നമസ്കാരം. അരിത്തമാറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ സമാന്തര ശ്രേണികൾ എന്ന പാഠത്തിൻ്റെ ആദ്യത്തെ എപ്പിസോഡ് നിങ്ങൾ കണ്ടല്ലോ. ഇനി നമുക്ക് അടുത്ത പാർട്ട് 2 കാണാം. അതിൻ്റെ അകത്ത് പേജ് നമ്പർ 15 എക്സർസൈസുകൾ ആണ് പറയുന്നത്. അപ്പോൾ നമുക്ക് പാഠത്തിലേക്ക് പോവാം. ഹലോ. അപ്പോൾ പേജ് നമ്പർ 15 2-3 എക്സർസൈസുകൾ നിങ്ങൾക്കുണ്ട്. അപ്പോൾ അത് നമുക്ക് നോക്കാം. ആദ്യത്തെ എക്സർസൈസ് എന്താണ്? 24, 42 എന്നുള്ളതാണ് ആദ്യത്തെ ഇത്. ഇവിടെ 2 സർക്കിളാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെയുള്ള ഇത് ഒന്നാം പദം, ഇത് രണ്ടാം പദം, ഇത് മൂന്നാം പദം, ഇത് നാലാം പദം. ഫസ്റ്റ് ടൈം, സെക്കൻഡ് ടൈം, തേർഡ് ടൈം, ഫോർത്ത് ടൈം. അപ്പോൾ ഇതിൽ തേർഡും ഫോർത്തും നമുക്ക് കണ്ടുപിടിക്കണം. എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് നമുക്ക് നോക്കാം. എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? തേർഡും ഫോർത്തും എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും? ഇത് നമ്മൾ ആദ്യമായിട്ട് പൊതുവ്യത്യാസം കണ്ടുപിടിക്കണം. പൊതുവ്യത്യാസം കണ്ടുപിടിക്കാൻ നേരത്തെ നമ്മൾ പഠിച്ചതാണ്. പൊതുവ്യത്യാസം കണ്ടുപിടിക്കുക എങ്ങനെയാണ് പൊതുവ്യത്യാസം കണ്ടുപിടിക്കുന്നത്? അടുത്തടുത്ത 2 സംഖ്യകളിൽ തമ്മിൽ കുറയ്ക്കണം. രണ്ടാമത്തെ സംഖ്യയെ ഒന്നാമത്തെ സംഖ്യ കൊണ്ട് കുറയ്ക്കണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? പൊതുവ്യത്യാസം അല്ലെങ്കിൽ ഡിഫറൻസ് കിട്ടും. പൊതുവ്യത്യാസം അല്ലെങ്കിൽ ഡിഫറൻസ് കിട്ടും. എത്രയാണ്? 42-ന്ന് 24 കുറച്ചാൽ നമുക്ക് 18 കിട്ടും അല്ലേ? ഇതാണ് ഇതിൻ്റെ പൊതുവ്യത്യാസം ഈ സംഖ്യയുടെ. ഇനി ഇവിടുത്തെ സംഖ്യ കണ്ടുപിടിക്കാൻ ഈ 42-ൽ നിന്നും ഈ പൊതുവ്യത്യാസം കൂട്ടണം. എങ്ങനെയാണ്? 42 + 18. അപ്പോൾ എത്ര കിട്ടും? 42-ൽ നിന്നും നമ്മൾ 80 കൂട്ടിയാൽ എത്ര കിട്ടും? 42 + 80. 8 2 10, ശിഷ്ടം 1, 4 1, 5 1, 6. അപ്പോൾ 60 കിട്ടി. അപ്പോൾ മൂന്നാമത്തെ പദം നമുക്ക് കിട്ടി. എത്രയാണ് മൂന്നാമത്തെ പദം? 60. തൊട്ടടുത്ത പദം നമുക്ക് എങ്ങനെ കിട്ടും? ഈ 60-ന്ന് 80 കൂട്ടണം. അപ്പോൾ 60 + 18. 16-ൻ്റെ കൂടെ 18 കൂട്ടിയാൽ എന്ത് കിട്ടും? 16-ൻ്റെ കൂടെ 18 കൂട്ടിയാൽ എത്ര കിട്ടും? 8 6 1 7 78 കിട്ടും. അപ്പോൾ ഇവിടുത്തെ പദം എത്രയാണ്? 78. അപ്പോൾ അടുത്തടുത്ത 2 പദങ്ങൾ തന്നാൽ ആദ്യം ഇത് തമ്മിൽ കുറച്ച് ഡി കണ്ടുപിടിക്കണം. ആ കുറയ്ക്കുന്ന പൊതുവ്യത്യാസം ഇങ്ങനെ രണ്ടാമത്തെ പദത്തിനോട് പൊതുവ്യത്യാസം കൂട്ടിയാൽ മൂന്നാമത്തെ പദം കിട്ടും. മൂന്നാമത്തെ പദത്തിനോട് പൊതുവ്യത്യാസം കൂട്ടിയാൽ നാലാമത്തെ പദവും കിട്ടും. ഓക്കെ. രണ്ടാമത്തെ എക്സസൈസ് എന്താണ്? -24, 42 എന്നാണ്. അതായത് നമുക്ക് ഒന്നാമത്തെ പദവും ഇല്ല, നാലാമത്തെ പദവും ഇല്ല, പക്ഷേ 2ഉം 3ഉം ഉണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് രണ്ടും അടുത്തടുത്താണ്. അപ്പോൾ അടുത്തടുത്താണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഡി കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാണ്? അത് രണ്ടും കൂടെ കുറച്ചാൽ മതി അല്ലേ? മൂന്നാമത്തെ പദത്തിൽ നിന്ന് രണ്ടാമത്തെ പദം കുറയ്ക്കണം. അപ്പോൾ 18 കിട്ടുമെന്ന് നമുക്കറിയാം അല്ലേ? ഇനിയിപ്പോൾ ഒന്നാമത്തെ പദം എങ്ങനെ കണ്ടുപിടിക്കും? ലെഫ്റ്റിലോട്ടാണെങ്കിൽ ശ്രദ്ധിക്കുക, ലെഫ്റ്റിലോട്ടാണെങ്കിൽ കൂട്ടുകയല്ല, പൊതുവ്യത്യാസം കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ലെഫ്റ്റിലോട്ട് 24-ൻ്റെ കൂടെ 18 കുറച്ചെഴുതണം. 24-ൻ്റെ കൂടെ 18 കുറച്ചെഴുതുമ്പോൾ എത്ര കിട്ടും? 14. 14-ന്ന് 8 പോയാൽ 6 അല്ലേ? 6 ഉത്തരം. അപ്പോൾ എത്രയാണ് ഇവിടുത്തെ ഉത്തരം? കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. പൊതുവ്യത്യാസം ലെഫ്റ്റിലോട്ട് പൊതുവ്യത്യാസം കുറച്ച് എഴുതും. അതേസമയം റൈറ്റിലോട്ട് പൊതുവ്യത്യാസം എന്ത് ചെയ്യും? കൂട്ടി എഴുതും. അപ്പോൾ എത്ര കിട്ടും? 42-ൽ നിന്നും 80 കൂട്ടുമ്പോൾ എത്ര കിട്ടും? 60 കിട്ടും കേട്ടോ. 60 കിട്ടും. അപ്പോൾ ഒന്നാമത്തെ പദം 6, നാലാമത്തെ പദം 16. അടുത്ത എത്രയാണ്? -24, 42. അതായത് ഫസ്റ്റ് ടൈം അറിഞ്ഞുകൂടാ, സെക്കൻഡ് ടൈം അറിഞ്ഞുകൂടാ. 24, 42 ഫസ്റ്റ് ടൈമും സെക്കൻഡ് ടൈമും നമ്മൾ കണ്ടുപിടിക്കണം. ഇവിടെയും നമുക്ക് എളുപ്പമാണ്. അടുത്തടുത്ത് 2 പദങ്ങൾ ഉള്ളതുകൊണ്ട് ഡി കണ്ടുപിടിക്കുക. എന്താണ് ഡി? 42 - 24 = 18. 18 നമുക്ക് നേരത്തെ അറിയാം. അപ്പം ലെഫ്റ്റിലോട്ടാകുമ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? കൂട്ടുകയാണോ കുറയ്ക്കുകയാണോ ചെയ്യുന്നത്? കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ 24-ൻ്റെ കൂടെ 18 കുറയ്ക്കുമ്പോൾ തൊട്ട് ലെഫ്റ്റിലത് കിട്ടും ഇല്ലേ? 24-ൽ നിന്ന് 80 കുറയ്ക്കണം. 24 - 80
നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നുണ്ട് 6. അപ്പോൾ ഇവിടുത്തത് എത്രയാണ്? 6 കിട്ടി. അങ്ങനെയാണെങ്കിൽ തൊട്ടപ്പുറത്തത് നമ്മൾ എന്ത് ചെയ്യണം? 18 തന്നെയാണ് കുറയ്ക്കേണ്ടുന്നത്. പക്ഷേ ഇവിടെ ഒരു കുഴപ്പമുണ്ട്. എന്താണ്? പൊതുവ്യത്യാസം കൂടുതലും ഇത് ചെറിയ സംഖ്യയുമാണ്. ചെറിയ സംഖ്യ എന്നാണ് നമ്മൾ വലിയ സംഖ്യ കുറയ്ക്കേണ്ടുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കുറച്ചിട്ട് നെഗറ്റീവ് ചിഹ്നം കൊടുക്കണം. 18 കുറച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നെഗറ്റീവ് ചിഹ്നം കൊടുക്കണം. അപ്പോൾ 8 6 പോകുമ്പോൾ എത്ര കിട്ടും? 2 കിട്ടും അല്ലേ? അത് 1 12. അപ്പോൾ 12 18 6 പോയാൽ കിട്ടുന്നത് എന്താണ്? 12 18 6 പോയാൽ 12 കിട്ടും. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 12 എഴുതിയിട്ട് ചെറിയ സംഖ്യയിൽ നിന്നാണ് വലിയ സംഖ്യ കുറച്ചത്. അതുകൊണ്ട് ഇവിടെ നമ്മൾ -12 കൊടുത്തു. മനസ്സിലായോ? ഇങ്ങോട്ട് ലെഫ്റ്റിലോട്ടാണെങ്കിൽ നമ്മൾ പൊതുവ്യത്യാസം കണ്ടിട്ട് കുറയ്ക്കണം. 24 18 കുറച്ചു, കുഴപ്പമില്ല. അത് ആൻസർ അവിടെ എഴുതി. 6 നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? 18 കുറയ്ക്കേണ്ടത്. കുറയ്ക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് നമ്മൾ 18 6 കുറച്ചിട്ട് മൈനസ് ചിഹ്നം ഇട്ട് കൊടുത്തു. ഇവിടെ നോക്കിയ 4ാമത്തെ ക്വസ്റ്റ്യൻ 24 -42 അതായത് ഇവിടുത്തെ പ്രത്യേകത, ഇവിടുത്തെ 2 അടുത്തടുത്ത സംഖ്യകളല്ല, ഇടയ്ക്കൊരു സംഖ്യ മിസ്സിംഗ് ആണ്. അപ്പോൾ നടുക്കത്തെ സംഖ്യയാണ് കണ്ടുപിടിക്കേണ്ടത്. അടുത്തടുത്താണെങ്കിൽ നമുക്കറിയാം, വലത്തോട്ട് പോകുമ്പോൾ പൊതുവ്യത്യാസം കൂട്ടി കൊടുക്കണം, ഇടത്തോട്ട് പോകുമ്പോൾ പൊതുവ്യത്യാസം കുറച്ച് കൊടുക്കണം. ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ ഒരു പൊതുവ്യത്യാസമുണ്ട്, ഇവിടെ ഒരു അതായത് ഇതിൻ്റെ കൂടെ ഒരു പൊതുവ്യത്യാസം കൂട്ടിയപ്പോഴാണ് സപ്പോസ് നമുക്ക് പൊതുവ്യത്യാസം എടുത്തു, 24ൻ്റെ കൂടെ കൂട്ടിയപ്പോൾ ഇവിടെ കിട്ടി. ആ ഉത്തരത്തിൻ്റെ കൂടെ വീണ്ടും കൂട്ടിയപ്പോഴാണ് 42 കിട്ടുന്നത്. അപ്പോൾ എത്ര ഉണ്ട് ഇവിടെ? 2 ഉണ്ട് ഇല്ലേ? ഈ 2 യുടെ കൂടെയാണ് നമ്മൾ എന്ത് വ്യത്യാസം കണ്ടുപിടിക്കേണ്ടത്. പൊതുവ്യത്യാസം ഈ 2 ആയിട്ടാണ് കണക്കാക്കേണ്ടത്. നമുക്ക് കുറച്ച് കിട്ടുന്ന സംഖ്യ 2 ആയിട്ട് കണക്കാക്കണം. അതായത് 42 - 24 = 80 ആണെന്ന് നമുക്കറിയാം. അതെന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്. അപ്പോൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 18 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 9 കിട്ടി. അപ്പോൾ ഈ 18 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് 9 കിട്ടി. ഇതായിരിക്കും നമുക്ക് എന്ത്? പൊതുവ്യത്യാസം. ഇനി നമുക്കറിയാം, പൊതുവ്യത്യാസം അറിയാമെങ്കിൽ നമുക്കറിയാം എന്താണ്? 24ൻ്റെ കൂടെ പൊതുവ്യത്യാസം 9 കൂട്ടിയാൽ, അതായത് 24ൻ്റെ കൂടെ 9 കൂട്ടിയാൽ നമുക്ക് ഈ സംഖ്യ കിട്ടും. 42ൻ്റെ കൂടെ 9 കൂട്ടിയാലും നമുക്ക് എന്ത് കിട്ടും? അടുത്ത സംഖ്യയും കിട്ടും. 24ൻ്റെ കൂടെ 9 കൂട്ടിയാൽ എത്ര കിട്ടും? 24ൻ്റെ കൂടെ 9 കൂട്ടിയാൽ എത്ര കിട്ടും? 24 + 9 33 കിട്ടും അല്ലേ? 2 + 1 42 + 9 എത്രയാണ്? 42 + 9 എത്രയാണ്? 10 11 ശിഷ്ടം 51. അപ്പോൾ 2 സംഖ്യകൾ തമ്മിൽ അടുത്തടുത്തല്ലെങ്കിൽ പൊതുവ്യത്യാസം കണ്ടിട്ട് എത്ര ഉണ്ടെന്ന് നോക്കണം. അതിൻ്റെ അകത്ത് ഇതിൽ നിന്ന് ഒരു അടുത്തതിൽ നിന്ന് വീണ്ടും ഒരു അപ്പോൾ 2 ആണെങ്കിൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇനി 3 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യും. മനസ്സിലായോ? അപ്പോൾ 31 33 51 ഇത് രണ്ടുമാണ് അതിൻ്റെ ആൻസർ. 33 51 എത്രയാണ്? ഇവിടെ 33, ഇവിടെ 51. ഇത് രണ്ടുമാണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ. അടുത്തത് നമുക്കറിയാം -24 -42 അതായത് 1 പദവും അറിയില്ല 3 പദവും അറിയില്ല, അടുത്തടുത്തല്ല സംഖ്യകൾ തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരത്തെ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ എന്തായിരുന്നു? 42 - 24 എത്രയാണ്? 18 ആണെന്ന് നമുക്കറിയാം. അതിൻ്റെ കൂടെ എന്താണ് പറഞ്ഞത്? ഇവിടെ ഒരു ഉണ്ട്, ഇവിടെ ഒരു ഉണ്ട്, 2 ആണ്. 2 = 18. അങ്ങനെയാണെങ്കിൽ കണ്ടുപിടിക്കാൻ 18 ÷ 2 = 9 ആണ്. നമുക്ക് പൊതുവ്യത്യാസം എത്രയാണ്? D = 9 ആണ് ഇവിടെയും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? D = 9 ആണെങ്കിൽ ലെഫ്റ്റിലോട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? കുറച്ചാൽ മതി അല്ലേ? കുറച്ചാൽ പോരെ? 9 കുറയ്ക്കണം. കുറയ്ക്കുമ്പം
24-ൽ നിന്നും 9 കുറച്ചാൽ എത്ര കിട്ടും? 24-ൽ നിന്നും 9 കുറച്ചാൽ എത്ര കിട്ടും? 24-ൽ നിന്ന് 9 കുറച്ചാൽ കടമെടുത്തു 14ആയി. 14-ൽ നിന്ന് 9 പോയാൽ 5 അല്ലേ? ഇവിടെ 1 15 കിട്ടി. അപ്പോൾ 24-ൽ നിന്നും 1 കുറച്ചാൽ 9 കുറച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 15 കിട്ടി. അങ്ങനെയാണെങ്കിൽ 24-ൽ നിന്ന് കൂട്ടാവും ചെയ്യാം, 42 നിന്ന് കുറയ്ക്കുകയും ചെയ്തു. അപ്പോൾ 24-ൽ നിന്ന് 9 കൂട്ടിയ തൊട്ടടുത്ത സംഖ്യ കിട്ടത്തില്ലേ? 2 രീതിയിലും ചെയ്യാം കേട്ടോ. 24-ൽ നിന്ന് 9 കൂട്ടാം, 33 കിട്ടാം. ഒന്നുകിൽ നമുക്ക് 24-ൽ നിന്ന് 9 കൂട്ടി കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ 42-ൽ നിന്ന് 9 കുറച്ച് കണ്ടുപിടിക്കാം. എങ്ങനെ വേണമെങ്കിലും കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടുത്തെ ഉത്തരം എന്താ? 15-ഉം 33-യുമാണ്. 6ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? 24 അടുത്ത ടേമില്ല, സെക്കൻഡ് ടേമില്ല, തേർഡ് ടേമില്ല, 42 ഫോർത്ത് ടേമേ ഉള്ളൂ. സെക്കൻഡും തേർഡും ഇല്ല. അപ്പോഴും നമുക്കറിയാം, നമുക്ക് ആകെ 2 എണ്ണേ ഉള്ളൂ. ഡി കണ്ടുപിടിക്കാം. ഇവിടെ ഒരു എ ഉണ്ട്, ഇവിടെ ഒരു എ ഉണ്ട്, ഇവിടെ ഒരു ഉണ്ട്. എത്രയുണ്ട്? 3 എ ഉണ്ടെന്ന് നമുക്ക് ഓൾറെഡി നമുക്കറിയാം. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, 42-ഉം 24-ഉം കൂടെ കുറച്ച് 18 കണ്ടുപിടിച്ചു. 3a ആണ് 18 എന്ന് നമുക്കറിയാം അല്ലേ? 3a, അതായത് ഇവിടുത്തെ ഡിഫറൻസ് ഇല്ല, ഇവിടുത്തെ ഡിഫറൻസ് ഇല്ല, ഇവിടുത്തെ ഡിഫറൻസ് ഇല്ല. ഈ എ കൂട്ടിയപ്പോഴാണോ 18 കിട്ടിയത്? അങ്ങനെയാണെങ്കിൽ 3a = 18, a = 18/3 = 6 കിട്ടി. അപ്പോൾ ഇവിടെ പൊതുവ്യത്യാസം എത്രയാണ്? പൊതുവ്യത്യാസം 6 ആണ് കിട്ടിയത് ഈ കണക്കിൽ. അങ്ങനെയാണെങ്കിൽ 24-ൽ നിന്നും തൊട്ടടുത്ത സംഖ്യയാണ് 6 കൂട്ടണം. അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചത്? 1-ാം പദത്തിൽ നിന്നും 2-ാം പദം കാണാൻ പൊതുവ്യത്യാസം കൂട്ടണം. 6 × 10 ശിഷ്ടം 1 30 കിട്ടി. ഇവിടെ എത്ര കിട്ടി? 30 കിട്ടി. തൊട്ടടുത്ത സംഖ്യ കാണാൻ ഈ 30-ൽ നിന്നും 6 കൂട്ടണം അല്ലേ? 30-ൽ നിന്ന് നിങ്ങൾക്ക് അറിയാൻ കൂട്ടാൻ, എന്നാലും ഞാനങ്ങ് ചെയ്ത് കാണിക്കുകയാണ്. 30-ൽ ഓക്കെ, 30-ൽ നിന്നും 6 കൂട്ടിയപ്പോൾ 36 കിട്ടി. അപ്പോൾ 2 പദങ്ങളും കിട്ടിയില്ലേ? അപ്പോൾ എന്താണ് ഈ ക്വസ്റ്റ്യനിലെ ആൻസർ? 36 ആണ് ആൻസർ.